അബൂജഹൽ വിളിച്ച അല്ലാഹു നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു അല്ല. അബൂജഹൽ വിളിക്കുന്ന അല്ലാഹു നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിലുള്ള അല്ലാഹല്ല. ഖാസിമിയുടെ ഭാഷയിൽ അന്നു തന്നെ വിജയത്തിന് വേണ്ടി അബൂജഹൽ ദുആ ചെയ്ത അല്ലാഹുവും ഒന്നാണോ? അല്ല അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് ലോകത്തിന്റെ മുഴുവനും അധികാരിയായ ഏകനായ അല്ലാഹുവിനെയാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. സമാനതകളില്ലാത്ത, സൃഷ്ടിഭാവങ്ങളില്ലാത്ത, സൃഷ്ടികളുടെ ഗുണഭാവങ്ങൾ ഏതുമില്ലാത്ത ഏകനായ അല്ലാഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചതെങ്കിൽ അബൂജഹൽ വിളിച്ചത് പെൺമക്കളുള്ള അല്ലാഹുവിനെയാണ്, അല്ലെങ്കിൽ പങ്കാളികളുള്ള അല്ലാഹുവിനെയാണ്. പങ്കാളികളുള്ള കുറെ ദൈവങ്ങളുടെ കൂട്ടത്തിലെ ഒരു പെരുന്തൈവത്തിനോ സന്താനങ്ങളുള്ള ഒരു പ്രതിഭാസത്തിനോ അവരല്ലാഹു എന്ന് പേരിട്ട് വിളിക്കുകയല്ലാതെ മക്കാ മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അവരല്ലാഹുവിനെ അറിഞ്ഞിട്ട് അല്ലാഹ് പങ്കുചേർത്തവൻ എന്നല്ല മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ. ആരിൽ പങ്കുചേർത്തവൻ? അള്ളാഹുവിൽ. അതിൽ തന്നെ കിട്ടി അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. ഇനി നിങ്ങൾ ചിന്തിച്ചോ, അള്ളാന്ന് അവർ വിളിച്ചത് വേറൊരു ശക്തിയെയാണെന്നല്ലേ? നമ്മൾ പറയുന്ന അള്ളാനെ അല്ല, അവർ അള്ളാന്ന് വേറൊരു അള്ളാനെ, സങ്കല്പത്തിലുള്ള ഒരു അള്ളാനെയാണെന്നാ. എന്നാ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, അബ്ദുൽ മുത്തലിബ് അല്ലേ? അബ്ദുൽ മുത്തലിബ് കുട്ടിക്ക് എന്താ പേരിട്ടത്? കുട്ടിക്ക് പേരിട്ട എന്താ? അബ്ദുല്ലാ. ആ അള്ള ഏതാ? ഓരോന്ന് നിങ്ങൾ മനസ്സിലായിക്കോ. അബ്ദുല്ലാന്നാ പേരിട്ടത്. ആ അള്ളാടെ അടിമ അതേതള്ളയാ? അതേതള്ളയാണ്? നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറയണം. നോട്ട് ചെയ്തോളൂ. അബ്ദുൽ മുത്തലിബ് അബ്ദുല്ലാന്ന് പേരിട്ടപ്പോ ഉദ്ദേശിച്ച അള്ള ആരാണ്? നമ്മൾ പറയുന്ന അള്ളയോ അതോ സങ്കല്പത്തിൽ അവർ സങ്കല്പിച്ചുണ്ടാക്കിയ വേറൊരള്ളയോ? നിങ്ങൾ പറഞ്ഞാൽ മതി ജനങ്ങളോട്. ഈ നബി ജനിച്ചപ്പോ നിങ്ങൾ ചിലപ്പോ ഈ ചിലർക്ക് ഈ ഖുർആനും ഒന്നും കേട്ടാ തൃപ്തിയാവൂല. അപ്പൊ നബി ജനിച്ചപ്പോ മൗലൂദെന്നൊരു വഴി കേൾക്കാം. നബി ജനിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് കുട്ടിയെയും കൊണ്ട് കഅബത്തിന്റെ ഉള്ളിലേക്കാണ് കയറി. ഇനി ശ്രദ്ധിച്ചോ, മൗലിദിൽ പറയുന്നത് ശറഫുൽ മൗലിദിൽ കാണാം. വഖാമ ഇൻദഹാ യദ്ഉല്ലാഹ വയശ്കുറുഹു അസ്സ വജല്ല അലാ മാ അഅതാഹു. ഈ കുട്ടിയെ നൽകിയതിൽ അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടേക്ക് അങ്ങ് ചെന്നു. ആര്? അബ്ദുൽ മുത്തലിബ്. ഏതായി അല്ലാഹ്? എന്നിട്ട് പറയുന്നു, പാടുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഅതാനി അദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി ഖസാദ ഫിൽ മഹ്ദി അലൽ ഗിൽമാനി ഉഈദുഹു ബിൽ ബൈത്തി ദിൽ അർകാനി. അൽഹംദുലില്ലാഹ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആരാ? നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞാൽ മതി, തിരക്കൊന്നുമില്ല ഇവിടെ. അടുത്ത പ്രസംഗത്തിൽ പറയാ അൽഹംദുലില്ലാഹ് എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ആളാരാണ്? അതോ നിങ്ങൾക്ക് വാദമുണ്ടോ അബ്ദുൽ മുത്തലിബ് മുശ്രിക്കല്ല, ഒറിജിനൽ മോമിനാണ്? എന്നാ അടുത്ത പ്രസംഗത്തിൽ അതുകൊണ്ട് പറയാം. അപ്പൊ നമുക്ക് അബ്ദുൽ മുത്തലിബ് ഒറിജിനൽ മോമിനായിരുന്നു, മുശ്രിക്കല്ല. ഇനി നോക്കൂ, നിങ്ങൾ കഅബ പൊളിക്കാൻ വേണ്ടി വന്നില്ലേ ഒരു കൂട്ടര്? അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കഅബ പൊളിക്കാൻ വേണ്ടി വന്നില്ലേ? കഅബ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ ആ ഹൽഖ പിടിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അതേപോലെ തന്നെ ഖുറൈശികളും വഖാമ മഅഹു നഫറും മിൻ ഖുറൈശ് യദ്ഊനല്ലാഹ വയസ്തൻസിറൂനഹു വലാ അബ്റഹ വജുൻദിഹി. അബ്രഹത്തിനെയും അവന്റെ പട്ടാളങ്ങൾക്കെതിരിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബും ഖുറൈശികളുമൊക്കെ കഅബത്തിന്റെ സമീപത്ത് വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണെന്നിട്ട് അബ്ദുൽ മുത്തലിബ് ചൊല്ലുന്നത്? യാ റബ്ബി ലാ അർജൂ ലഹും സീവാക യാ റബ്ബി ഫംനഅ മിൻഹും ഹിമാക.
عدو البيت من عاداك امنعهم أن يخربوا فيناك. അബ്ദുൽ മുത്തലിബ് അല്ലാഹ് വിളിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് അല്ലാഹനെ വിളിക്കുകയാണ്. യാ റബ്ബി, എന്റെ റബ്ബേ. مرحبا جين، أحتاج إلى نصيحة لبشرتي. أكيد. هل أنا مستعدة للريتينول؟ نيوتروجينا ريتينول. അബ്ദുൽ മുത്തലിബ് അല്ലാഹനെ വിളിക്കുകയാണ്. യാ റബ്ബി, എന്റെ റബ്ബേ, ഈ വരുന്ന ശത്രുക്കൾക്കെതിരിൽ എനിക്ക് ഒരാളെയും പ്രതീക്ഷയില്ല. നിന്നെ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പടച്ചവനെ, നിന്റെ ഭവനത്തെ നീ സംരക്ഷിക്കണം. നിന്റെ വീടിന്റെ ശത്രു നിന്നോട് ശത്രുത പുലർത്തുന്നവനാണ്. നിന്റെ ഈ വീടിന്റെ ഇതിന്റെ പരിപാവനത്വം ഇത് നശിപ്പിക്കുന്നതിനെ നീ തടയണേ എന്ന് അവര് പ്രാർത്ഥിക്കുകയാണ്. ആര്? അബ്ദുൽ മുത്തലിബും ഖുറൈശികളും പ്രാർത്ഥിച്ചു. ഏതാ അല്ലാഹ്? അല്ലാഹ് ഏതാണ്? ആ അല്ലാഹ്, അവര് വിളിച്ച അല്ലാഹ് ഏതാനാ നിങ്ങൾ പറയേണ്ടത്? നാം പറയുന്നു അത് നമ്മൾ പറയുന്ന അതേ അല്ലാഹ് തന്നെയാണ്. ഇവര് പറയുമോ? അല്ലെങ്കിൽ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കഴിയുമോ? അത് വേറെ അല്ലാഹയുടെ നിങ്ങൾ അതും പറയും, അതിലപ്പുറവും പറയും. അവര് പ്രാർത്ഥിച്ചു അല്ലാഹനോട്. വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? അല്ലാഹനോട് വിളിച്ചു പ്രാർത്ഥിച്ചു മുശ്രിക്കുകൾ എന്ന് പറയുന്നില്ലേ? ഫൈദാ റകിബൂ ഫിൽ ഫുൽക്കി. ഞാൻ ആയത്തോടിയിട്ട് നീട്ടുന്നില്ല, ചുരുക്കി പറയട്ടെ, ആശയം പറയാം. സമുദ്രത്തിലൂടെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ, തിരമാലകൾ അവരെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരെ അള്ളാഹുവിനെ ആത്മാർത്ഥമായി തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ നമുക്ക് കാണാം എന്താ അള്ളാഹ് പറയുന്നത് അവരെ സംബന്ധിച്ച് എന്ന് തഫ്സീറിൽ കാണാം. അന്നഹും ഇദൻ ഖതാ റജാഉഹും അനിദ് ദുനിയാ റജഉ ഇലൽ ഫിത്രത്തി ശാഹിദതി ബിത്തൗഹീദി വവഹദു വഅഖ്ലസു. അവരങ്ങനെ പ്രയാസം വന്നു കഴിഞ്ഞാൽ, ദുനിയാവിനെ പറ്റിയുള്ള പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞാൽ, അവർക്ക് അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരതാ ശുദ്ധമായ തൗഹീദിലേക്ക് മടങ്ങുന്നു. അവരുടെ ഫിത്രത്ത്, പ്രകൃതി, അള്ളയാണ് രക്ഷിക്കാൻ കഴിവുള്ളവൻ എന്നതിലേക്ക് അവർ മടങ്ങും. അവരേകനാക്കും, നിഷ്കളങ്കരായിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹു ചെയ്തതിനെ പറ്റി മുഫസ്സിർ പറയണത് ഫൈദാ അൻജാഹും. അങ്ങനെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ, ശരിക്കും ശ്രദ്ധിച്ചോ, അള്ളാഹു അവരെ വിളി കേട്ടിട്ട് അള്ളാഹ് അവരെ രക്ഷപ്പെടുത്തിയാൽ ആദു ഇലാമാ കാനു അലൈഹി മിൻ ഹുബ്ബിദ് ദുനിയാ വഅശ്റഖു. അവരാ പഴയ ശിർക്കിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകും. അപ്പൊ ആരെയാണ് ഇവർ അള്ളാഹ്ന് പേരിട്ട് വിളിച്ചത്? ഏത് അള്ളയാ അവർക്ക് ഉത്തരം കൊടുത്തത്? പേരോടിന് വാദമുണ്ടോ? കടലിൽ വെച്ച് മുശ്രിക്ക് പ്രാർത്ഥിച്ചപ്പോ ഉത്തരം കൊടുത്തു എന്ന് പറയുന്നില്ലേ? ആ ഉത്തരം കൊടുത്ത അള്ളാഹ് സങ്കല്പത്തിൽ അള്ളാഹ് ഉത്തരം കൊടുക്കുവോ? സങ്കല്പത്തിലുള്ളവരെ അള്ളാഹു ഉത്തരം കൊടുക്കുവോ പേരോട് മുസ്ലിയാരെ? അപ്പൊ ഒറിജിനൽ അള്ളാഹ്നല്ലേ അത്? ഒറിജിനൽ അള്ളാഹിനെ തന്നെയല്ലേ അവർ ദുആ ചെയ്തത്? ആ അള്ളാഹ് ആയതുകൊണ്ടല്ലേ ആ അള്ളാഹ് അവർക്ക് ഉത്തരവും കൊടുത്തത്? നിങ്ങളുടെ വാദപ്രകാരം അവർ വിളിച്ചത് വേറൊരു അള്ളാഹിനെ, ഉത്തരം കൊടുത്തതും സങ്കല്പത്തിലുള്ള അള്ളാഹ്. അപ്പൊ സങ്കല്പത്തിലുള്ള ഒരു അള്ളാഹ് ഉത്തരം കൊടുക്കുന്ന ഒരു അള്ളാഹ് ഉണ്ടല്ലേ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്? ഇനി സഹോദരന്മാരെ, അതാ നമുക്ക് തഫ്സീറിൽ വീണ്ടും കാണാം. ദആഹു, അങ്ങനെ അള്ളാഹിനെ വിളിക്കും. മുഖ്ലിസൻ, ആത്മാർത്ഥമായിട്ട് വിളിക്കും. ഐ, അതായത് യത്റുക്കു, അവൻ ഒഴിവാക്കും. കുല്ലമൻ അദാഹു, അല്ലാത്തവരൊക്കെ അവൻ ആ സമയത്ത് ഉപേക്ഷിക്കും. വയൻസാ, അവൻ മറക്കുകയും ചെയ്യും. ജമീഅ മൻ സിവാഹു, അല്ലാഹുവിന് പുറമേയുള്ള സർവരെയും അവൻ മറക്കുകയും ചെയ്യും. ഇവിടെ ഈ ദആഹു എന്ന് പറഞ്ഞില്ലേ, അവനെ വിളിക്കുന്നു അള്ളാനെ. ഏതല്ലയാത്? ഏതല്ലയാണത്? അതാ നിങ്ങൾ പറയേണ്ടത്. ഏത് കുട്ടിക്കും മനസ്സിലാവും. നിങ്ങൾ നോക്കൂ, അബൂജഹലിന്റെ മോനല്ലേ ഇക്രിമ. ഇക്രിമ മുസ്ലിം ആകാനുള്ള ചരിത്രം അറിയാത്ത ആൾക്കാർ ആരാ ഈ സദസ്സിലുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തെറ്റിപ്പോവുകയാണ് ഇക്രിമ. മക്കമ്പത്തൊക്കെ ഉണ്ടായപ്പോ ഈ നാട്ടിൽ നിൽക്കണില്ല, എനിക്കാവൂല ഈ മുഹമ്മദിന്റെ ഈ വാദമൊന്നും കേട്ട് ഇവിടെ നിൽക്കാൻ, എനിക്കിതിന് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ച് പോവുകയാണ് ആര്? അബൂജഹലിന്റെ മോൻ ഇക്രിമ. പോകുമ്പോ കടല് കടന്നിട്ടാ പോണത്. ഇപ്പൊ കപ്പലിൽ കയറി കപ്പലാണ് നടുക്കെത്തിയപ്പോ ഭയങ്കര കാറ്റും കോളുകൊണ്ട് വന്നില്ലേ. അപ്പൊ കപ്പിത്താനും ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞു, ആരെയും വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ അള്ളാനെ മാത്രം വിളിച്ചതായിരുന്നോളി എല്ലാവരും. ആരാ പറയണേ? മുശ്രിക്കുകള്. അപ്പൊ ഇക്രിമ ഇത്തിരി മൂണുള്ള കൂട്ടത്തിലാ, പേരോടിന്റെ വഴിയിലല്ല. ഇക്രിമ ചിന്തിച്ചു, ഇക്രിമ അങ്ങനെ ആലോചിച്ചു, എന്താപ്പ ഈ പറഞ്ഞത്, എന്താപ്പ ഈ കേൾക്കണത്? മൂപ്പര് ആലോചിച്ചു, എന്തിനാപ്പ ഞാൻ തെറ്റിപ്പോണത്? മുഹമ്മദിനോട് ഞാൻ എന്തിനാപ്പ തെറ്റിപ്പോണത്? മുഹമ്മദ് അള്ളാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നിങ്ങളെ എല്ലാ സ്ഥലത്തൊന്നും രക്ഷപ്പെടുത്താൻ അള്ളാഹ്ക്കേ കഴിയുള്ളൂ. കരയിലും കടലിലും ഒക്കെ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന അള്ളയാണ്. അത് അംഗീകരിക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ ഈ പോണത്?
പിന്നെന്തിനാ ഇപ്പൊ ഞാൻ പോകുന്നത്? ഇപ്പൊ ഇവരിന്നോട് പറയുന്ന അപകടത്തിന്റെ സമയത്ത് അള്ളാനെ വിളിച്ചോളിട്ടോ, വേറെ ആരെയും വിളിക്കണ്ടോന്ന്. അപ്പൊ മൂപ്പർക്ക് ബോധ്യായി, ഞാൻ മടങ്ങുക. ഞാൻ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ എത്തിയാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെല്ലും, മുഅ്മിനാകും. മൂപ്പര് മുഅ്മിനാകാനുണ്ടായ സന്ദർഭം അതായിരുന്നുവെന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടൊരു കാര്യല്ലേ? ഏത് അള്ളാനെ ഇക്രിമ വിളിച്ചത്? അല്ലെങ്കിൽ ഏത് അള്ളാനെ വിളിച്ചോളാനാണ് ആ കപ്പലിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്, കപ്പിത്താൻ പറഞ്ഞത്? പേരോട് അടുത്ത പ്രസംഗത്തിൽ പറയാ. നമ്മൾ പറയണ അതേ അള്ള തന്നെയാണോ അതോ സങ്കല്പത്തിലുള്ള ഒരു അള്ളയോ? അതാണ് ഇവിടുത്തെ ചോദ്യം. ഇനി സഹോദരന്മാരെ, അബൂജഹൽ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചില്ലേ? അബൂജഹൽ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചത് ഖുർആനിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുർആനൊക്കെ പറഞ്ഞാലും വിശ്വാസമില്ലാത്തവർക്ക് മാലപ്പാട്ടിൽ നിന്നും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറയോനെ ഹാദൽ ബൈത്തുടെ നയനെ ഹക്കൊട് ബാത്തില് രണ്ടിൻ ഇടയൈ പീരിത്തരുളിയിടിനി ഇന്ത ദിനം തനിലെ നമതിരുഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയാം അവർകളെ ഇതിൽ തീരിത്ത് ഖലാസിയത്താക്കിട് നീ പരനേ പരനേ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കിനിതായിമിൽ കാത്തുകൾ ഫത്താഹേ താമസം ചെയ്തിടാതു തീരം ചെയ്തിട് നീ ഇരവിന് ഹക്കിമേ സിത്ര അകലാക്ക് നിന്നുസുറ ഫത്ഹാക്കുനൈ ഖദ്റാൽ അവർ ദുആ പട്ടാങ്ങിൽ റാഹിമവൻ കബൂലാക്കിയിടൈ സത്യമാൽ. മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പാട്ട് ഇത് പാടിയിട്ടില്ലേ കഴിഞ്ഞ തവണ? നിങ്ങൾ ചിന്തിച്ചോ, അബൂജഹൽ വിളിച്ച ഈ അള്ള ആരാണ്? അബൂജഹൽ പ്രാർത്ഥിച്ചത് ഏതള്ളയോടാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്ന അള്ളാനോട് തന്നെയാണോ അബൂജഹൽ പ്രാർത്ഥിച്ചത്? അതോ സങ്കല്പത്തിലുള്ളവർ അള്ളയോടാണോ? ഈ ശബ്ദം കേൾക്കുന്ന സർവ്വ മനുഷ്യർക്കും മനസ്സിലായില്ലേ? അബൂജഹൽ വിളിച്ച അള്ളയും നമ്മൾ വിളിച്ച അള്ളയും സംഗതി ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ അള്ളാനെ പറ്റി വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസം അവനില്ല. അങ്ങനെയുണ്ടെങ്കിയോ മൂമിന് മുശ്രിക്കുന്നവനെ പറ്റി പറയോ, കാഫിർ എന്ന് പറയോ? അവൻ മൂമിനി തന്നെയല്ലേ പറയാ, അല്ലേ? അവൻ മൂമിനി എന്ന് തന്നെയല്ലേ പറയാ. പക്ഷെ അതുകൊണ്ട് അവന് അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാന്ന് വരൂലാണ്. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ അള്ളാഹിനെ കണക്കാക്കേണ്ട പ്രകാരം അവർ കണക്കാക്കിയില്ല. അള്ളാഹുവിന് യോജിക്കാത്ത പലരും അവർ അള്ളാഹുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏത് അള്ളാഹുടെ പേരിലാ പറഞ്ഞത്? ഈ അള്ളാഹുടെ പേരിൽ തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവർ പറഞ്ഞത് ഇതേ അള്ളാഹുടെ പേരിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സഹോദരന്മാരെ, ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇവര് അബൂജഹൽ മാത്രമല്ലല്ലോ, അറേബ്യയിലുണ്ടായിരുന്ന ആളുകൾ നോമ്പെടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഒരാശൂറ നോമ്പെടുത്തിരുന്നില്ലേ? എല്ലാവർക്കും ചിന്തിച്ചു നോക്കൂ, വളരെ ലളിതാണ്. ചിന്തിക്കൂ സഹോദരന്മാരെ, അബൂജഹൽ അടക്കമുള്ള അവിടുത്തെ ഖുറൈശികൾ പണ്ടേയും നബി വരുന്ന കാലത്തും നോമ്പെടുത്തിരുന്നു. ഏത് നോമ്പ്? ആശൂറായിലെ നോമ്പ്, മുഹറം 10 നോമ്പെടുത്തിരുന്നു. അത് ആരുടെ കൂലിട്ടാനാ? ആർക്ക് വേണ്ടിയാ അവർ മുഹറം 10 നോമ്പ് നോറ്റത്? അള്ളാഹു, നമ്മൾ പറയുന്ന അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ പറയുന്ന അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ് അവർ നോമ്പെടുത്തത്. അല്ല, സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്ക് വേണ്ടി മുഹറം 10. അപ്പൊ മുഹറം 10 സ്വീകരിക്കണ വേറൊരു അള്ളാഹ് അവിടെ ഉണ്ടായിരുന്നു. മുഹറം 10 സ്വീകരിക്കണ വേറൊരു അള്ളാഹ്, ഒരു നോമ്പ് സ്വീകരിക്കണ ഒരു അള്ളാഹ്. അതേപോലെ അവർ ഈത്തിക്കാഫ് ഇരുന്നിരുന്നു അവരേന്ന്. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിച്ചു, നബിയെ, റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ജാഹിലിയ കാലത്ത് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്, അത് ഞാൻ വീട്ടണോ? എന്താ നേർച്ച? മസ്ജിദുൽ ഹറാമിൽ ഇഴ്തികാഫിരിക്കാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അപ്പൊ അന്നത്തെ നേർച്ച മുസ്ലിമായിന്റെ ശേഷമല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് മുമ്പുള്ള കഥ പറയാണ്. ജാഹിലിയ കാലത്ത് ഞാനൊരു നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇഴ്തികാഫ് ഇരുന്നോളാം, ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇപ്പൊ മുസ്ലിം ആയാലോ, നീ ഞാൻ അന്നാ ചെയ്തത് വേണോ? നീ അത് വീട്ടണോ? അവൻ നബി പറഞ്ഞു, ഔഫി നജറക്, നിന്റെ നേർച്ച നീ വീട്ടണം. എന്തേ നബി അത് പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അറിയാ ഉമർ റളിയല്ലാഹു അൻഹു അന്ന് നേർച്ചയാക്കിയത് അള്ളാഹ്ക്കാണ്. അള്ളാഹ്ക്ക് നേർച്ചയാക്കിയ ഇഴ്തികാഫ് ആയതുകൊണ്ടാണ് പൂർത്തിയാക്കാൻ പറഞ്ഞത്. പേരോടിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു അന്ന് നേർച്ചയാക്കിയത് സങ്കല്പത്തിലുള്ള ഒരു അള്ളാഹ്ക്ക്. എന്നിട്ട് നബി അതിനെ അംഗീകരിക്കുക. സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്കാ നേർച്ചയാക്കിയില്ല, വീട്ടണം. അങ്ങനെ ഉണ്ടോ? ഇനി അതേപോലെ തന്നെ സഹോദരന്മാരെ, അവർ തവാഫ് ചെയ്തിട്ടില്ലേ? ഹജ്ജ് ചെയ്തിട്ടില്ലേ? മുസ്ദലിഫയിൽ അവർ രാത്രി താമസിച്ചിട്ടില്ലേ? അവർ ബലിയറുത്തിട്ടില്ലേ? അവർ തൽബിയത്ത് ചൊല്ലിയിട്ടില്ലേ? ഇതൊക്കെ അവർ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? അള്ളാഹു എന്ന് നമ്മൾ പറയുന്ന അതേ അള്ളാഹുവിന് തന്നെ.
ഇതാപ്പം മൂപ്പര് നമ്മളൊരു ക്ലിപ്പായിട്ടിട്ട് അള്ളാഹു എന്ന് പറയുന്ന അതേ അള്ളാഹുവിന് എന്നുള്ള വലിയൊരു അപരാധം പറയണം. നമ്മളെന്താ പറയണത്? നമ്മൾ വിശ്വസിക്കും പോലെ വിശ്വസിച്ച അള്ളാഹുവിൽ അല്ല. അവരല്ലാഹു എന്ന് പറഞ്ഞത് ആരെയാണ്? നമ്മൾ പറയുന്ന അള്ളാഹിനെ തന്നെ. പക്ഷേ നാം അള്ളാഹുവിൽ സമ്പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവരോ ഒരു ചില ഭാഗങ്ങളൊക്കെ വിശ്വസിച്ചു, അംഗീകരിച്ചു, പലതും അവർ തള്ളി. അല്ലേ? നോക്കൂ നിങ്ങൾ, ഒരൊറ്റ വാചകം കൊണ്ട് ഇവരുടെ എല്ലാ കാര്യവും പോകാൻ പോവുകയാണ്. തഫ്സീറിൽ കാണാം, അറേബ്യൻ മുശ്രിക്കുകളുടെ സ്ഥിതി പറയാണ്. വഇൻ കാനൂ യുത്ലിഖൂന ലഫ്ളൽ ഇലാഹി അലൽ വസനി ഫമാ തലഖൂ ലഫ്ളല്ലാഹി അലാ ശൈഇൻ സിവാഹു. മുശ്രിക്കുകൾ വിഗ്രഹങ്ങൾക്കൊക്കെ ഇലാഹ് ഇലാഹ് എന്ന് പേരിട്ടതല്ലാതെ വിഗ്രഹങ്ങളെയൊക്കെ അവർ ഇലാഹ് എന്നാണ് വിഗ്രഹങ്ങളുടെ കാര്യത്തിലൊക്കെ അവർ പ്രയോഗിച്ച പദം. അതേ അവസരത്തിൽ ഫമാ തലഖൂ ലഫ്ളല്ലാഹി അലാ ശൈഇൻ സിവാഹു, അല്ലാഹുവിന്റെ പേരിലല്ലാതെ, അല്ലാഹുവിനെ അല്ലാതെ അല്ലാഹ് എന്നവർ വിളിച്ചിട്ടില്ല. ഒരൊറ്റ മുശ്രിക്കും അവരുടെ ആരാധ്യന്മാർക്ക് അല്ലാഹ് പേരിട്ടിട്ടില്ല. അവരല്ലാന്ന് പറഞ്ഞതൊക്കെ ആരെയാണ്? നമ്മൾ പറയുന്ന അല്ലാഹുവിനെ തന്നെയാണ്. അപ്പൊ അല്ലാഹ് എന്നുള്ള ആ ഒരു നാമം ഒരൊറ്റ ബിംബത്തിനും അറേബ്യൻ മുശ്രിക്കുകൾ ഇട്ടിട്ടില്ല. അവര് അല്ലാഹ് എവിടെയൊക്കെ പ്രയോഗിച്ചോ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് നാം പറയുന്ന അതേ അല്ലാഹു തന്നെയാണ്. വിശ്വാസത്തിൽ ഒരുപാട് തകരാറുകളുണ്ട്. മക്കളുണ്ട് എന്ന് വാദിച്ചവരുണ്ട്, മരണാനന്തര ജീവിതമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പലതും അവരുടെ വിശ്വാസത്തിൽ അബദ്ധങ്ങളുണ്ട്. അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്.